മുതൽ നമ്മുടെ 26-ാം തീയതി വരെ 26-ാം തീയതി വരെ വരെ എന്റെ തൊഴി ഇത് ഇങ്ങനെ കൊടുത്താൽ മതി അമ്മേ. നമ്മുടെ ചാക്യാർകൂത്ത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗായ്സ്. കോളേജ് നമ്മളെ വളരെ ഡിഫറെന്റ് ആണ്. ലൈറ്റ് ഒക്കെ ഇട്ട് ഫുൾ അലങ്കരിച്ച് കളിയാക്കി ഇല്ലാതാക്കിയിട്ടുണ്ട്. ഫുൾ തഗ്ഗായിരുന്നു. അത് തന്നെ എന്തായാലും ശിവരാത്രിന്റെ അന്ന് ഉത്സവം ഹലോ ഗായ്സ്, എല്ലാവർക്കും D4 ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എവിടെയാണെന്നറിയോ? നമ്മുടെ കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കോളേരി അമ്പലത്തിൽ ഈ വരുന്ന 26-ാം തീയതി നമ്മുടെ ശിവരാത്രിൻ്റെ അന്നാണ് ഉത്സവം. അപ്പോൾ വളരെ സ്പെഷ്യലാണ്. നമ്മുടെ ശിവരാത്രിൻ്റെ അന്നാണ് നമ്മുടെ കോളേരി അമ്പലത്തിലെ ഉത്സവം. അപ്പോൾ അതിൻ്റെ നോട്ടീസാണ് ഗായ്സ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ടൊരു ബുക്ക് പോലെ തന്നെയാണ്. അപ്പോൾ നല്ല 3D ആയിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും 3D ഒക്കെ കാണാൻ കഴിയുന്നത്. അപ്പം നമ്മുടെ ശിവനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗുരുദേവനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്. അപ്പോൾ ടോട്ടലി നമ്മുടെ കോളേജ് നമ്മളെ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം ശിവരാത്രിൻ്റെ അന്ന് ഉത്സവം നമ്മുടെ ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രമാണ്. അപ്പോൾ നമ്മുടെ വയനാട്ടിലെ ശിവഗിരി എന്നറിയപ്പെടുന്ന അമ്പലമാണ് നമ്മുടെ കോളേരി അമ്പലം. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഇന്ന് മുതൽ നമ്മുടെ 26-ാം തീയതി വരെ 26-ാം തീയതി വരെ വരെ അതായത് ഈ 7 ദിവസം നമ്മുടെ ഉത്സവമാണ് കേട്ടോ. അപ്പം നമ്മുടെ ശിവരാത്രിന് എന്താണ് മെയിൻ ഉത്സവം. അപ്പം നമ്മുടെ ഇന്ന് നമുക്ക് എന്താണ് കൊടിയേറ്റാണ് അമ്പലത്തിൽ. അപ്പം ഇന്ന് കൊടിയേറുവാണ്. അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നോട്ടീസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ കണ്ടോ? അപ്പോൾ നോട്ടീസിൽ ഒത്തിരി എന്നത്തെയും കാര്യങ്ങൾ ഇവർ നമ്മളെ നോട്ടീസിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നോട്ടീസിലുണ്ട് കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 20-ാം തീയതി വ്യാഴം, അതായത് ഇന്നാണ് നമ്മുടെ അമ്പലത്തിലെ കൊടിയേറ്റ്. അപ്പം നമ്മളിന്ന് കൊടിയേറ്റിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി എല്ലാവരും സെറ്റായി ഒരുങ്ങി നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ അമ്പലത്തിലേക്ക് പോകാം ഗായ്സ്. അപ്പം അമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പാണ് നിങ്ങളോട് ചെറിയൊരു കാര്യം കൂടി എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ശിവരാത്രിൻ്റെ ഡേ വരെ നമ്മുടെ അമ്പലത്തിൽ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, അങ്ങനെ കുറച്ച് പരിപാടികൾ, പൂജയും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ 10 മണിക്ക് തെക്കേ ഗോപുരനട സമർപ്പണം ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ്. അപ്പോൾ നമ്മുടെ അമ്പലം പുതുക്കി പണിയുന്നൊരു പരിപാടിയാണ്. അപ്പം നമ്മുടെ തെക്കേ ഗോപുരനട സമർപ്പണമായിരുന്നു ഇന്ന് രാവിലെ 10 മണിക്ക്. അപ്പം നമ്മളിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് ഈവനിങ് ഇപ്പം നമ്മൾ കൊടിയേറ്റിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ 5:30 നട തുറക്കൽ, പിന്നെ 6:30 ദീപാരാധന, പിന്നെ തുടർന്ന് തൃക്കൊടിയേറ്റ്. മുഹൂർത്തം 7:30-ക്കും 8:30-ക്കും മധ്യയാണ് കേട്ടോ. പിന്നെ പറനിറക്കലാണ്, കുരുമുളക്, നെല്ല്, കാപ്പി, അവിൽ എന്നിവ. അതായത് നമ്മുടെ കൊടിയേറ്റ് കഴിഞ്ഞ വാടയാണ് പറനിറക്കലും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളയിടൽ, അതൊരു പൂജയാണ് കേട്ടോ. പിന്നെ അത്താഴപൂജ, കലാപരിപാടികൾ, ചാക്യാർ കൂത്തുണ്ട്. അപ്പം ഇന്നത്തെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്യാർ കൂത്താണ്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ചാക്യാർ കൂത്ത് കണ്ടിട്ടില്ല നേരിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അമ്പലത്തിൽ ഇന്നൊരു ചാക്യാർ കൂത്ത് നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കത് കാണണം. എന്താ സംഭവം എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടാവില്ല. അറിയാത്തവരും ഉണ്ടാവും, അറിയുന്നവരും ഉണ്ടാകും. എന്തായാലും ഞാനത് TV-യിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. അപ്പം നമുക്ക് എന്തായാലും വേഗം എന്ത് ചെയ്യാം, അമ്പലത്തിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് എന്തായാലും സൂപ്പർ വൈബായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോവാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് വേഗം അമ്പലത്തിലേക്ക് പോവാം. ചാക്യാർകൂത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലേ. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ശിവരാത്രിൻ്റെ വ്ളോഗും എല്ലാം ഓൺ ദ വേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം.
ഗായ്സ് അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മുകളിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേഗം നടക്കാം കേട്ടോ. ഗായ്സ് അങ്ങനെ നമ്മളിതേ ഓട്ടോയിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം വന്നിട്ട് ഒരു 6:30 ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിതേ നേരെ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ വഴിക്ക് മുഴുവൻ ഇതാ ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ താലൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ കണ്ണ് കാണണ്ടേ. അപ്പോൾ നമ്മളങ്ങനെ ഇതേ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് അപ്പോൾ അമ്പലം മൊത്തം ലൈറ്റ്സൊക്കെ ഇട്ട് അലങ്കരിച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട്. അടിപൊളി തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം ഇതാണ് നമ്മുടെ അമ്പലം. ഇനി പുതുക്കി പണിയാൻ പോകുന്ന പ്ലാൻ ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടേ. ഗായ്സ് അങ്ങനെ നമ്മുടെ കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഗായ്സ് നമുക്ക് നിൽക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ലൈറ്റ് ഒക്കെ ഇട്ട് ഫുൾ അലങ്കരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ അമ്പലം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ കൊടിയേറ്റ് വന്നിട്ട് 7:30ക്കും 8:30ക്കും ഇടയിലാണ് ടൈമിലാണ്. അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതേപോലെ തന്നെ 7:30നും 8:30നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് തൃക്കൊടിയേറ്റിന് ശേഷം കൊടിമര ചൂട്ടിൽ വിവിധ തരത്തിലുള്ള നമുക്കിന്ന് അമ്പലത്തിലേക്ക് കയറാം. അതിനു മുമ്പ് ഒരു സൂത്രം കൂടി ഉണ്ട്. വളരെ കാപ്പി കുരുമുളക് ചടങ്ങാണ് ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ട് എന്താ നമ്മൾ ചിന്തിച്ചാൽ അപ്പൊ കൊടിയേറ്റെന്നാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ ഉത്സവം എന്തായിരിക്കും? മൊത്തം അടിപൊളിയായിരിക്കില്ല. അപ്പൊ നമ്മുടെ കോളേരി അമ്പലത്തിലെ ഉത്സവത്തിന് നമ്മുടെ വയനാട്ടിലുള്ള എല്ലാവരും തന്നെ വരും. അപ്പൊ ഭയങ്കര പ്രമുഖമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് നമ്മുടെ കോളേരി അമ്പലത്തിലെ ഉത്സവം. അപ്പം നമ്മുടെ അമ്പലം ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതേപോലെ തന്നെ നമ്മുടെ ഗുരുദേവന് ഇവിടെ നല്ല പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ ഗുരുദേവൻ്റെ വലിയൊരു ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം എന്നല്ലേ പറയുന്നത്. അതിൻ്റെതായ ഇത് നമുക്ക് ഈ അമ്പലത്തിൽ കാണാൻ കഴിയും. പിന്നെ ശിവരാത്രിക്കാണ് ഉത്സവം വരുന്നത്. അപ്പം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാല്ലേ ഗായ്സ്. അപ്പൊ നമ്മളിത് അവരൊക്കെ ഓടിയിട്ടുണ്ട് ഗായ്സ്. അല്ലേ ചേച്ചി? നോക്കുമ്പോണ്ട് ഞാനും പൈങ്കിളി മാത്രമേ ഉള്ളൂ. വാവാറ്റയും അമ്മയും അതുപോലെ അമ്മച്ചി ഇതേ അകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കളരിയിൽ മമ്മ പഠിപ്പിച്ചൊരു കുട്ടനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഓടി വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കുട്ടനോട് പോയി മിണ്ടി. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അതിലപ്പുറമായിരുന്നു ഗായ്സ്. മൊത്തം നൈറ്റ്സും കൊണ്ട് ആകെ ഒരു മേളം തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല സുന്ദരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കഴിഞ്ഞ ശിവരാത്രിക്ക് അമ്പലം മൊത്തത്തിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചേക്കുമായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ വന്ന് നോക്കുന്ന ടൈമിൽ ഫുൾ ലൈറ്റ്സും കൊണ്ടാണ് അലങ്കരിച്ചേക്കുന്നത്. പൂക്കളൊന്നും കൊണ്ട് അലങ്കരിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം അമ്പലം മുഴുവനും ഫ്ലവേഴ്സും കൊണ്ട് ഫുൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശിവരാത്രിയിൽ ഇടാൻ പറ്റില്ല. കാരണം എൻ്റെ ഫോൺ ആ ടൈമിലാണ് ഗായ്സ് എൻ്റെ കയ്യിരിപ്പ് കാരണം പൊട്ടിപ്പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ശിവരാത്രിൻ്റെ വ്ളോഗൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഈ ടൈമിലാണ് ഇടാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ഇതേ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ കൊടിയാണ് ഇനി കൊടിമരത്തിൽ നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ കൊടി ഉയർത്തുന്നതിലൂടെ നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മുടെ ദൈവം ആ കൊടിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ കൊടിമരത്തിൽ ഉയർത്തുന്ന ടൈമിൽ അത് നല്ല ഹൈറ്റിൽ മുകളിലിരിക്കുവാണല്ലോ അമ്പലത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ പ്രദേശം മുഴുവനും നമ്മുടെ ദൈവം ആ കൊടിയിലിരുന്ന് നമ്മുടെ ഈ പ്രദേശം മുഴുവനും വീക്ഷിക്കുന്നു എന്നാണ് നമ്മൾ ഈ കൊടിമരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് ഇവിടെ പൂക്കളൊക്കെ ഒരുക്കുന്ന സ്ഥലത്ത് ഇതേ താമരപ്പൂക്കൾ കണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് താമര എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ ഗായ്സ്. കണ്ടില്ലേ, താമര എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ്. എനിക്കറിയില്ല, എനിക്ക് താമരപ്പൂവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ താമരേനെ കൊഞ്ചിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഇതേ പ്രസാദം വാങ്ങാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. നമ്മളങ്ങനെ ഇതേ പ്രസാദം വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പൈങ്കിളി ആക്ച്വലി നമ്മൾ പ്രസാദം വാങ്ങുന്ന വലത് കൈയിലാണ്. പങ്കം ക്യാമറ ഹാങ് ചെയ്തുകൊണ്ട് ഒരു ഇടത് കൈ ആയി പോയിട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ ശാന്തി പങ്കനോട് പറയും, അയ്യോ അതൊക്കെ ഇടത് കൈയോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ കോമഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അവസ്ഥയായി പോയി ഗൈസ്. അങ്ങനെ നമ്മളിതേ ചന്ദനമൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചന്ദനം തൊടാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലുള്ള ദൈവങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റമ്പലത്തിലെ ദൈവങ്ങളെയാണ് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ നമ്മളിനി പുറത്തിറങ്ങിയതേ ചന്ദനം തൊട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇവിടെ അപ്പോൾ ഒരു ചന്ദനം കൊതിച്ചുണ്ട്, വേറെ ആരുമല്ല നമ്മുടെ പാങ്കൻ. കണ്ടില്ലേ ആ എക്സ്പ്രഷനൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ. ചന്ദനം നിന്ന് ഭയങ്കര എക്സ്പ്രഷൻ ഇടലാണ് കേട്ടോ. അങ്ങനെ ഞാനതേ ചന്ദനം തൊട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേവീൻ്റെ അടുത്ത് കുങ്കുമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുങ്കുമം കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുങ്കുമം ഞാൻ തൊടുകയാണ്. ഇനി നമുക്ക് പൈങ്കിളിക്കും ആ കുങ്കുമം തൊട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ദേ വാവാട് നിന്ന് ചന്ദനം തൊടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്ന ടൈമിൽ അമ്മേനെയും അമ്മച്ചേനെയും കാണുന്നില്ല. ഇവർ എവിടെ പോയാലും അതേ ഗൈസ് ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല, ഓടി ഒരു ഒറ്റ പോക്കാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. ചുറ്റമ്പലത്തിൽ തൊഴുതാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഇതേ ചന്ദനമൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പായസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിച്ചിട്ട് പായസം കിട്ടരാ. ഓക്കെ വാ ഗായ്സ്, അപ്പോൾ നമുക്ക് പായസം. അപ്പോൾ ഗായ്സ് ഇവിടെ നോക്കുന്ന ടൈമിലാണ് നമ്മുടെ പായസം ഇവിടെ വിളമ്പുന്നുണ്ടായിരുന്നു. അപ്പം അടിപൊളി 2 തരത്തിലുള്ള പായസമായിരുന്നു ഇവിടെ വിളമ്പിക്കൊണ്ടിരുന്നത് കേട്ടോ. നമ്മുടെ കടുംപായസവും പാൽപ്പായസവും ഉണ്ടായിരുന്നു. കടുംപായസം കിട്ടിയ പാടെ ഞാൻ വായിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് കിട്ടിയത് പാൽപ്പായസമായിരുന്നേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ പാൽപ്പായസം ഉണ്ട്. അപ്പം തന്നെ ഞാൻ പാൽപ്പായസം ഇതേ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ പായസം ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം ഇതേ നമുക്ക് പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നവരെല്ലാവരും തന്നെ ഇതേ പായസം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പായസം നമ്മുടെ കയ്യിൽ ഭയങ്കരമായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് നമ്മളിനി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തായിട്ട് പൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കഴുകാവേ. കണ്ടില്ലേ, ഇവിടെയാണ് നമ്മുടെ പൈപ്പ് വന്നിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ, ഈ കാണുന്ന നമ്മുടെ പശുത്തൊഴുത്താണ്. അപ്പം നമ്മുടെ അമ്പലത്തിൽ പശുത്തൊഴുത്തും ഉണ്ട്, അതുപോലെ തന്നെ പശുക്കളെ വളർത്തുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അത് വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ ഇത് കുറച്ച് നാളുകളായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മളിനി നമ്മുടെ ഭദ്രകാളീൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിതേ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശത്രുക്കളെയൊക്കെ നിഗ്രഹിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭദ്രകാളിനോട് തന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഭദ്രകാളിൻ്റെ മുമ്പിൽ നിന്ന് എനിക്കിതേ ഒരു താമരയുടെ ഇതൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ, ശരിക്കുള്ളതാ കേട്ടോ അല്ലേ ചേച്ചി? ശരിക്കുള്ള പൈസയാണ്, പറ്റിച്ചതൊന്നുമില്ല, ഒറിജിനലാ. പൈസ ഞങ്ങൾക്ക് വാങ്ങി തരണേ, പറ്റിക്കില്ലട്ടോ, ഞങ്ങൾക്ക് വാങ്ങി തരണേ ഗായ്സ്. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഒരു കുട്ടൻ നമ്മളോടൊന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ കുട്ടൻ ഓടി വന്ന് പൈസയും കൊണ്ടൊക്കെ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഐസ് ഞാൻ വാങ്ങിത്തരണോ, നിങ്ങൾക്ക് ഏത് ഐസാണ് വേണ്ടത്, ഞാൻ വാങ്ങിത്തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി അടുത്തായിട്ട് ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു കേട്ടോ. അപ്പം നമ്മുടെ ആനപ്പന്തലൊക്കെ നോക്കിക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലം മൊത്തത്തിൽ ഫുള്ള് കളർഫുള്ളായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം ഓരോ ശിവരാത്രി വരും തോറും നമ്മുടെ കോളരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം വെറൈറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പ്രാവശ്യം ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പം അതിലപ്പുറം രസത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം മൊത്തം പൂക്കളും കൊണ്ടൊരു മേളമായിരുന്നു. അപ്പോൾ ഈ വർഷം മുഴുവൻ ലൈറ്റ്സും കൊണ്ടൊരു മേളമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ശിവഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മഹാവിഷ്ണുവിൻ്റെ അടുത്താണ് കേട്ടോ ഗായ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഓം നമോ നാരായണ. അങ്ങനെ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ ചുറ്റും വലയം വെക്കുകയാണ്. ഇതിന് ശേഷം നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുരുദേവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമുക്ക് സർപ്പക്കാവിൻ്റെ അടുത്തും പോകണം. പിന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ അമ്പലത്തിൻ്റെ തെക്കേ ഗോപുര നട സമർപ്പണം എന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്കൊന്ന് പോകണം കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ സർപ്പക്കാവിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ആനപ്പന്തലും അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിലേക്ക് വരുന്ന എൻട്രൻസ് ഒക്കെ അടിപൊളി സൂപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ താമര കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൊടിമരം. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇനി കൊടി ഉയർത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോഴല്ല എന്തായാലും കൊടി ഉയർത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സർപ്പക്കാവിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. അങ്ങനെ നമ്മളിതേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻട്രൻസിൽ തന്നെ കണ്ടോ, മുകളിൽ ഫുള്ള് നമ്മുടെ തളിരോല കൊണ്ട് അലങ്കരിച്ച് അതിനകത്ത് താമരപ്പൂക്കൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് പേര് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ കൊടിയേറ്റിന് ഇതിനും കൂടുതൽ ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ ഉത്സവത്തിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഒത്തിരി ജനങ്ങളുണ്ടാവും. വയനാട്ടിലുള്ള എല്ലാവരും തന്നെ നമ്മുടെ കോളരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് വന്നിരിക്കും. അത് ഭയങ്കര സ്പെഷ്യൽ ഉത്സവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുദേവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തത് ഒരുപാട് മുല്ലപ്പൂക്കൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാകുന്ന മുല്ലയാണ്, നമുക്കറിയാലോ. ഈ സീസണിലല്ല, ഏത് സമയത്ത് മുല്ലപ്പൂക്കളുണ്ടാകും. അപ്പോൾ അതേ നമ്മൾ ഗുരുദേവൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുദേവൻ്റെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാവേ. അപ്പം നമ്മുടെ അമ്പലത്തിൽ
നമ്മുടെ അമ്പലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് സൈഡിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പം നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും നമ്മുടെ അമ്പലം പുതുക്കി പണിത് അടിപൊളിയായിരിക്കും, നമുക്ക് ഇപ്പോഴേ അറിയാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമുക്കിനി നമ്മുടെ ഗുരുദേവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സർപ്പക്കാവിലേക്ക് പോവാം. അപ്പം നമ്മുടെ ചാക്യാർ കൂത്ത് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിത് വഴിയേ കാണാം. ഞാൻ ഓൾറെഡി പറഞ്ഞ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ചാക്യാർ കൂത്ത് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും കൂടി എനിക്ക് ഉണ്ട് കേട്ടോ, എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ നമുക്ക് ഞാൻ നടന്ന് ഫ്രണ്ടിലേക്ക് നീങ്ങാവേ. അപ്പോൾ ഇവിടെ ടോട്ടലി കണ്ടോ ഗായ്സ്, ലൈറ്റ്സും കൊണ്ട് മൊത്തം അലങ്കരിച്ചിരിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയി നിന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ എൻ്റെ ഒരു ഉറുമ്പിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ലൈറ്റ് കാരണം മൊത്തത്തിൽ എന്നെ കാണാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ലൈറ്റ് വന്നാൽ നമ്മൾ കാണരുത്, എനിക്ക് ലൈറ്റ് കണ്ടിട്ട് ഞാൻ കാണാത്ത പോലെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പം ഞാനിപ്പോൾ നമ്മുടെ തെക്കേ ഗോപുര നടേൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ തെക്കേ ഗോപുര നട മൊത്തത്തിൽ അതിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്ക് എന്തായാലും നമുക്കൊന്ന് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമീൻ്റെ ചിഹ്നമൊക്കെ നമ്മുടെ തെക്കേ ഗോപുര നടേൻ്റെ മുകളിലായിട്ട് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? അപ്പം അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമീനെ അതുപോലെ തന്നെ മയിലിനെയൊക്കെ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് വാക്കുകളുകൊണ്ട് എനിക്ക് വർണ്ണിക്കാൻ എനിക്ക് ആവുന്നില്ല. അപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഈ ചടങ്ങിന് നമ്മൾ മോർണിംഗിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് ഈവനിങ്ങിൽ അത് ഉറപ്പായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ ഈ ഫ്രണ്ടിലേക്ക് പോകുന്നത് നമ്മുടെ സർപ്പക്കാവിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ സർപ്പക്കാവിൽ പോയി തൊഴണ്ട, നമുക്ക് ആദ്യം നമുക്ക് തെക്കേ ഗോപുര നട മൊത്തത്തിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലും കൂടി നിന്നിട്ട് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് സർപ്പക്കാവിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതേ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കിയാൽ നമ്മുടെ തെക്കേ ഗോപുര നട എങ്ങനെയുണ്ട് കാണാമെന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് നമുക്ക് വ്യൂ ചെയ്ത് നോക്കാവേ. അപ്പോൾ കണ്ടോ ഗായ്സ്, മൊത്തത്തിൽ അടിപൊളിയായി അലങ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൊത്തത്തിൽ സൂപ്പറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ അമ്പലം ഇനി മൊത്തത്തിൽ കളറാവാൻ വേണ്ടി പോവുകയാണ്. അപ്പം എന്തായാലും എന്താ പറയുക, ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമ്മുടെ കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിലേക്ക്. അപ്പം നമ്മുടെ ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും വരണം. നമ്മൾ തീർച്ചയായിട്ടും ഉത്സവത്തിനുണ്ടാകും. അപ്പോൾ ആരും മറക്കാതെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കൂടാൻ വേണ്ടി വന്നിരിക്കണം. ശിവരാത്രിൻ്റെ അന്നാണ് കേട്ടോ, മനസ്സിലായല്ലോ ഗായ്സ്? അപ്പോൾ എല്ലാവരും വന്നിരിക്കണം, എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മളിനി തെക്കേ ഗോപുരനടയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി സർപ്പക്കാവിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സർപ്പക്കാവിലേക്ക് നടന്നു നീങ്ങാണ്. അപ്പോൾ ഞാൻ ഈ സർപ്പക്കാവിനെ പറ്റി ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ടൈമിൽ സർപ്പക്കാവിൻ്റെ മുകളിൽ കണ്ടില്ലേ ഒരു ചെടി അവർ വളർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി എന്ന് പറയുമ്പോൾ ഒരു ക്ലൈംബറാണ്. അപ്പം ഒരു എന്താ പറയുക, ഒരു ബ്ലൂ കളറിൽ ഉള്ളൊരു പൂവാണ് ഇതിനുണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ സർപ്പങ്ങൾ ഇതാ ഇവരാണ്. അപ്പോൾ നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് നോക്കുന്ന ടൈമിൽ ശരിക്കും ഈ ക്ലൈംബർ വന്നിട്ട് ഒരു 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 സ്ത്രീൻ്റെ രൂപത്തിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു പെണ്ണിങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനെ നാഗദേവിയായിട്ട് കാണുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സർപ്പക്കാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിന് ചുറ്റും കണ്ടില്ലേ മുഴുവൻ ലൈറ്റ്സ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ്സിൻ്റെ അടുത്തുകൂടെ ഞാനത് ലാലാപടി നടന്ന് പോവാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാക്യാർ കൂത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ചാക്യാർ കൂത്തിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാക്യാർ കൂത്ത് അവർ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ കൊടിയേറ്റിന് മുമ്പായിട്ട്. അപ്പോൾ അത് അവിടെ ചാക്യാർ കൂത്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ചാക്യാർ കൂത്തിന് 2 വാദ്യോപകരണങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മിഴാവും പിന്നെ ഒന്ന് ഇലത്താളവും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മിഴാവാണ് കേട്ടോ ആ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ ഒരു കുട്ടിയാണ് ഇവിടെ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ അമ്പലത്തിന് തൊട്ടടുത്തായിട്ടായിരുന്നു ചാക്യാർ കൂത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് കാണാൻ വേണ്ടി ത്രില്ലടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതായത് ചാക്യാർ കൂത്ത് ഇവിടെ അവതരിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണാൻ പോകുന്നത്, അതിൻ്റെതായ ഒരു വൈബ് എനിക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പേരും ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി മുന്നോട്ടുള്ളതെല്ലാം നമുക്ക് കാണാവേ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ചാക്യാർ കൂത്തെന്ന്. ഗായ്സ്, ഇപ്പോൾ പരമ്പരാഗതമായി നമ്മുടെ ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലാണ് നമ്മുടെ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കലാകാരൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോട് ആദ്യം തന്നെ ഒരു പ്രാർത്ഥന ചൊല്ലി സംസ്കൃതത്തിൽ ഒരു ശ്ലോകം ചൊല്ലി അതിനെ മലയാളത്തിൽ നീട്ടി വിശദീകരിക്കുന്നു. തുടർന്നുള്ള അവതരണം പല സമീപകാല സംഭവങ്ങളും
അതുപോലെ തന്നെ സാമൂഹിക ചുറ്റുപാടുകളെയും ഒക്കെ ഹാസ്യം കലർന്ന രൂപത്തിലാണ് പ്രതിപാദിക്കുന്നത്. പിന്നെ ഒരു മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂത്ത് കാണാനിരിക്കുന്ന കാണികളെ കളിയാക്കിയും ചാക്യാർ കൂത്തും മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം നമ്മുടെ ചാക്യാർ കൂത്തിൽ. നമ്മുടെ കേരളത്തിലെ അതിപ്രാചീനമായ ഒരു കലയാണ് നമ്മുടെ ഈ ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ചാക്യാർ കൂത്ത് പരമ്പരാഗതമായി ചെയ്യുന്നത് ചാക്യാർമാരാണ്. അതായത് നമ്മുടെ ചാക്യാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ കാലത്തിൽ പിന്നെ ആർക്ക് വേണേലും എന്ത് വേണേലും പഠിച്ച് എന്ത് വേണേലും ചെയ്യാലോ. അതുകൊണ്ട് തന്നെ ചാക്യാർമാർ ഈ കൂത്ത് ചെയ്യുന്നത് കൊണ്ട് ചാക്യാർ കൂത്ത് എന്ന നെയിമിൽ നമ്മൾ ഈ കലാരൂപത്തിനെ അറിയപ്പെടുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാക്യാർ കൂത്ത് ഏകാംഗ കലാരൂപമാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ചാക്യാർമാര് നമ്മുടെ ഈ സംസ്കൃത നാടകങ്ങളൊക്കെ ചെയ്യുന്നതിന് നമ്മൾ കൂടിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്നു. ഗായ്സ്, അപ്പം ഞങ്ങൾ 4 പേരും ഇത് ഇവിടെ ഈ സൈഡിൽ നമ്മളെ മുല്ലപ്പൂവിൻ്റെ അടുത്തായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഗുരുദേവൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മച്ചി ഇതേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 4 പേരും നിന്ന് കാണുകയാണ്. പിന്നെ എല്ലാവർക്കും തന്നെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് നിന്ന് മടുക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്കൊരു സീനേ അല്ല. നമുക്ക് എന്തായാലും ഇത് കണ്ടു നോക്കാം. ഗായ്സ്, ഇപ്പം നമ്മൾ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുമ്പോൾ ഒരു സ്റ്റോറി എടുത്ത് ആ സ്റ്റോറിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോറി പറഞ്ഞുകൊണ്ട് സഭയിലിരിക്കുന്നവരെ കൂടി നമ്മൾ ചിരിപ്പിച്ച് കളിയാക്കിയാണ് നമ്മൾ ആ സ്റ്റോറി ചെയ്യുന്നത്. അപ്പം ഈ കുട്ടി ഇവിടെ അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ രാമായണ കഥയിലെ ശുഗസാരണന്മാരുടെ കഥയായിരുന്നു കേട്ടോ. അപ്പോൾ കഥ നമ്മളങ്ങനെ ഇതേ മുന്നോട്ട് കേൾക്കുവാണ്. ഗായ്സ്, അപ്പം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, രാമൻ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് നമ്മുടെ പൈങ്കിളിനെയാണ്. പിന്നെ ഇതാ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു കുട്ടീനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ സഭയിലിരിക്കുന്ന ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ച് അവരെ കളിയാക്കി ആ പറയുന്ന കഥയിൽ ഓരോരുത്തരുമായി സങ്കല്പിച്ച് ആ രീതിയിലാണ് ഇവിടെ നമ്മുടെ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് വളരെ എൻജോയ് ആയിട്ടും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് തോന്നി. വളരെ രസകരമായിരുന്നു. നമുക്ക് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും പറ്റിയൊരു കലാരൂപം തന്നെയാണ്. ചാക്യാർ എന്തായാലും നമ്മളെ നോട്ടപ്പുള്ളികളാക്കിയിട്ടുണ്ട്. അപ്പൊ കഥയിലെ കഥാപാത്രങ്ങളായി നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ ശക്തി ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ടോട്ടലി മൊത്തം കോമഡി ആയിരുന്നു. ചാക്യാർ കൂത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആ സ്റ്റോറി നമ്മൾ പഠിച്ച് കാണാതെ വേണം നമ്മളത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറയാൻ ഗായ്സ് ചിരിച്ച് അവൾ മണ്ണ് കപ്പിപ്പോയി കേട്ടോ. സത്യമായിട്ടും മൊത്തത്തില് കോമഡി എന്നൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്തായാലും നന്നായിട്ടത് ചിരിച്ചിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ചാക്യാർ കൂത്തുന്ന കാലമൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം അന്യം നിന്ന് പോവാണ്. ഇപ്പം ആരും അതൊന്നും മൈൻഡാക്കുന്നുമില്ല. എല്ലാവരും അവനവൻ്റെ ഓരോ തിരക്കുകളിലായി പോയതുകൊണ്ട് തന്നെ ആരും ഇത് മൈൻഡാക്കുന്നില്ല. എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങളിൽ ബിസിയാണ്. അപ്പം ഈ കലാരൂപങ്ങളൊക്കെ ആരും മൈൻഡാക്കാനല്ലേ ഗായ്സ്. അപ്പം നമ്മുടെ ചാക്യാന്മാരും അവരുടെ കലാസപര്യകളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ വടക്കൻ കേരളത്തിലെ പെരിഞ്ചല്ലൂർ എന്ന പ്രദേശത്ത് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തുടർന്ന് 18 ചാക്യാർ കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി എന്നാണ് പറയപ്പെടുന്നത്. വേഷവിധാനവും മുഖഭാവങ്ങളും മറ്റ് ശരീരഭാഷയുമാണ് നമ്മുടെ ചാക്യാർ കൂത്തില് മെയിനായിട്ട് വരുന്നത് കേട്ടോ. അയ്യോ ഇതെടുത്തില്ല കാണുമ്പോ തന്നെ പേടിയാവുന്നു. നല്ല കാട്ടം വടങ്ങി ചാടിയാ 100 യോധ നടക്കും. കാണുമ്പോ തന്നെ പേടിയാവും. അങ്ങനെ പോയാൽ തിരിച്ചുവരവുണ്ടാവില്ല എന്ന് മനസ്സിലായി. സാധനം പൊക്കോട്ടെ, അതോ നല്ലത്. സാധനോട് പറയാം. അങ്ങനെ നമ്മുടെ ചാക്യാർ കൂത്ത് അതിഗംഭീരമായി ഇവിടെ ഇതേ
അടിപൊളിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ഇതിൽ മൊത്തത്തിൽ മുഴുകി നിൽക്കുകയാണ്. ആ ടൈമിലാണ് ആ വിളക്ക് ഇച്ചിരി സീനാണ് ഗായ്സ്. അപ്പോൾ ആ വിളക്ക് അവിടെ നടുക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഡ്രസ്സിലേക്ക് കയറി പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ അത് വേഗം തന്നെ താഴേക്കെടുത്ത് മാറ്റി വെക്കാൻ പറ്റി കേട്ടോ ഗായ്സ്. അപ്പോൾ ആ വിളക്ക് അവിടെ ഇരുന്നത് എന്തുകൊണ്ടും ഭയങ്കര അപകടമായിരുന്നു. ഭാഗ്യത്തിന് അത് വേഗം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാക്യാർ കൂത്ത് നടക്കുന്നു. അതും പിടിച്ചോണ്ട് നിൽക്കണ്ട. ഇയാളോട് പറഞ്ഞ അതും അതിനൊരു സമാധാനം കൊടുക്കുക. എടോ അതിനൊരു സമാധാനം കൊടുക്കുക. അതാണ് നിൽക്കുക. രാവണ സമീപത്തിലേക്ക് ഒരു ദൂരനെ പറഞ്ഞയക്കണം ഫോണിന് സമാധാനം കൊടുക്കാനാണ് ചാക്യാർ ഉദ്ദേശിച്ചത് ഗൈസ്. എന്തായാലും അത് നല്ല ഫണ്ണി ആയിട്ടുണ്ടായിരുന്നു. അയാള് പോയി. നിക്കാൻ സമയമില്ല. അപ്പൊ ഭൂമിയൊന്നല്ല നിക്കാൻ കാത്തില്ല. എന്താ സുഗ്രീവൻ ഇപ്പൊ ഇരിക്കണ ബാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാണ്. വരുന്നവരെയും പോകുന്നവരെയൊക്കെ നമ്മുടെ ചാക്യാര് നല്ല തഗ്ഗടിച്ച് പ്ലിങ് ആക്കി വിടുന്നുണ്ടായിരുന്നു. അതിന് അപ്പോഴാണ് ആ ടൈമിൽ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കുറച്ച് കുട്ടികൾ കസേരകൾ കളിച്ചുകൊണ്ടിരിക്കുന്നതാണത് കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗായ്സ്. അപ്പോൾ നമ്മുടെ കൊടിയേറ്റിനുള്ള ടൈം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ട പ്രിപ്പറേഷൻസൊക്കെ അവിടെ അതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2000 വർഷങ്ങളിലേറെ പാരമ്പര്യമുള്ളൊരു കലാരൂപമാണ് നമ്മുടെ ചാക്യാർ കൂത്ത്. അപ്പം നമ്മുടെ കൊടിയേറ്റിന് വേണ്ടിയുള്ള പൂജയൊക്കെ ഇത് അവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. ഇവിടെ വരിക. ഒരാളത് ഓടിക്കളഞ്ഞു. കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇവിടെ വരിക. ഇന്ന് അവിടെ കാണില്ലേ? അയ്യോ തെറ്റി കാര്യം കിടന്നാ പൊക്കോളൂ. ആ പോവാ. അയാള് പോയി. എന്തായാലും ചാക്യാര് പറഞ്ഞാൽ ആ കുട്ടി കേട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തരെ വിളിച്ചു നിർത്തി ഇങ്ങനത്തെ കോമഡി പറച്ചിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ആരായാലും എത്ര ഗൗരവത്തിൽ നിൽക്കുന്ന ആൾക്കാരായാലും ഉണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഉറപ്പായിട്ടും ചിരിച്ചു പോവും. കാരണം അത് അങ്ങനെയാണ്. ഇത് അടുത്തൊരു കൊച്ചിനെ വിളിച്ചിട്ടുണ്ട്. അടുത്തൊരു കൊച്ചിനെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല. മുമ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. അതിനൊരു സംശയം വേണ്ട. അത് ഉറപ്പാണ്. അതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ചാക്യാർ കൂത്ത് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ചാക്യാർ കൂത്ത് ചെയ്യാൻ വേണ്ടി ഇച്ചിരി കൂടി സ്പേസ് വേണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇച്ചിരി പോകുന്ന സ്പേസിലാണ് ആ കുട്ടി അവിടെ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊടിയേറ്റിൻ്റെ ടൈം ഇതേ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടും ചാക്യാർ കൂത്ത് എനിക്ക് വളരെ 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 എനിക്കിഷ്ടമായി. വാക്കുകൾ കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി കൊടിയേറ്റ് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മുടെ കൂത്ത് അവതരിപ്പിച്ച കുട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ കുട്ടീനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് ആ കുട്ടി അത് അവതരിപ്പിച്ചത് കേട്ടോ ഗായ്സ്. അടിപൊളിയായി ചെയ്തിട്ടോ. അടിപൊളി സൂപ്പർ. അങ്ങനെ നമ്മൾ ആ കുട്ടീനെ അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൊടിയേറ്റിൻ്റെ അടുത്തേക്ക് പോവാമല്ലേ. അപ്പം നമുക്ക് ഇതിലെ അപ്പുറ സൈഡിലേക്ക് നമുക്ക് പോവാവേ. ഇവിടെ ഒന്നും നമുക്ക് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. നമ്മുടെ ചാക്യാർ കൂത്ത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗായ്സ്. അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ നമ്മളെ കളിയാക്കി ഇല്ലാതാക്കിയിട്ടുണ്ട്. ഫുൾ തഗ്ഗായിരുന്നു. അത് തന്നെ, എന്തായാലും ഫുള്ള് തഗ് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബില് വ്ളോഗാണ്. ഹായ് പറ എല്ലാരോടും. എല്ലാരും ഹായ് പറഞ്ഞു. ഗായ്സ്, അപ്പൊ നമ്മുടെ മമ്മ പഠിപ്പിച്ച കുട്ടികളാണ് അവരെല്ലാവരും. ഒരു മമ്മേനെ കണ്ടപാടത് നിന്ന് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് പറ, ഹായ് പറ. അങ്ങനെ ദേ മമ്മത് ആ കുട്ടന്മാരൊക്കെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന്മാരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ
അമ്പലത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കൊടിയേറ്റ് ഇത് തുടങ്ങാനായിട്ടുണ്ട്. അപ്പൊ നമ്മള് പോവുകയാണ്. അപ്പൊ ഫുൾ ആൾക്കാരെയും കൊണ്ട് നടന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നടന്ന അമ്പലത്തിന്റെ അടുത്തേക്ക് അപ്പൊ കൊട്ടും മേളങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. അല്ലടാ അതെ നോക്കാം. ഗായ്സ് അപ്പൊ ചെണ്ടയൊക്കെ കൊട്ടി തുടങ്ങാൻ വേണ്ടി പോവാണ് ഗായ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൊടിമരത്തിന്റെ അടുത്തേക്ക് പോയി നിൽക്കാവേ. അപ്പൊ നമ്മൾ എപ്പോൾ കൊടിയേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതാ എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് നമ്മൾ നിൽക്കാറുള്ളത്. അപ്പോൾ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഗായ്സ് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാൽ എന്ത് ചെയ്യാം, നമ്മുടെ അതേ പ്ലേസിൽ തന്നെ നമുക്ക് പോയി നിന്നേക്കാവേ. അപ്പോൾ നമ്മൾ 4 പേര് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ വാവാറ്റി എന്ത് അവിടെ എങ്ങാണ്ട് ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മച്ചി അപ്പുറത്തെ സൈഡിലാണുള്ളത്. അമ്മച്ചി അവിടെ കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൊടിയേറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പം നമ്മുടെ ഉത്സവം അങ്ങനെ കൊടിയേറാൻ വേണ്ടി പോവാണ്. ഗായ്സ് അങ്ങനെ നമ്മുടെ കൊടിമരത്തിലേക്ക് ഇനി നമ്മുടെ കൊടി ഉയർത്താൻ വേണ്ടിയിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടിമരം ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പം അതാണ് നമ്മുടെ കൊടിമരം. അപ്പം നമ്മുടെ കൊടിമരത്തിന് ചുറ്റും ജനങ്ങൾ ഇതേ കൂടി നിൽക്കുകയാണ്. അപ്പം നമ്മളും കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്കിനി നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഇന്ന് മുതൽ ഇനി നമ്മുടെ കൊടിമരത്തിലിരുന്ന് നമ്മളെല്ലാവരും ഇനി ദീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണല്ലോ സങ്കല്പം. അപ്പം നമ്മുടെ കൊടിമരത്തിലായിരിക്കും നമ്മുടെ ദൈവം ഇനി മുതൽ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൊടിയേറ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ചെണ്ടയൊക്കെ കൊട്ടി അടിപൊളിയാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ് കേട്ടോ ഗായ്സ്. മൂക്കില്ലാത്തൊരു കസ്തൂരിയാണ് ഗൈസ്. ആക്ച്വലി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടി ഉയർത്തുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ അവർ വെറ്റില കൊണ്ട് തരും. അപ്പോൾ ഈ ചേട്ടൻ എൻ്റെ അടുത്തേക്ക് കൊണ്ട് തിരിഞ്ഞങ്ങ് പോയി. അപ്പോൾ ശരിക്കും ഞാൻ അവിടെ ശശിമാനായി കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ചേട്ടൻ ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് മാത്രം തരാതെ അപ്പുറം വഴിക്കേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട്. ആർക്കറിയാം, ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇതേ കൊടിമരത്തിലേക്ക് കൊടി ഉയർത്താനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊടി ഇത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇപ്പം തന്നെ നമ്മുടെ കൊടി ഉയർത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ വളരെ ഐശ്വര്യപൂർവം നമ്മുടെ കൊടി ഇവിടെ നമ്മുടെ കൊടിമരത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊടിയേറ്റതാ ഇവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ്. അടിപൊളി ആകാശ വിസ്മയം അതേ ടൈമിങ്ങിൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ അതേ ടൈമിൽ അവിടെ കൊടി ഉയർത്തി കഴിഞ്ഞ പാടെയാണ് ഇവിടെ പടക്കം പൊട്ടിച്ചത്. അപ്പം അതേ ടൈമിൽ തന്നെ ഇനി കുറച്ചും കൂടി പടക്കങ്ങളൊക്കെ അവർ പൊട്ടിക്കും. അപ്പം നമുക്ക് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിനോട് നമുക്ക് നിന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ഗായ്സ്. അപ്പം കഴിഞ്ഞ വർഷത്തിലൊക്കെ നമ്മുടെ കൊടീൻ്റെ ഉള്ളിൽ ഒത്തിരി പൂക്കളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം ഒരുപാട് വെറ്റിലകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം കൊടി ഉയർത്തുന്ന ടൈമിൽ അതൊക്കെ നമ്മുടെ മേത്തേക്ക് വന്ന് വീണാൽ ഭയങ്കര ഭാഗ്യമാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഇതേ പടക്കമൊക്കെ പൊട്ടി അടിപൊളിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും കേൾക്കൂല. കാരണം മൊത്തത്തിൽ നമ്മുടെ പടക്കത്തിൻ്റെയും ചെണ്ടേൻ്റെയൊക്കെ ശബ്ദം ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ഒന്നും കേൾക്കൂല കേട്ടോ. പരമാവധി ഞാൻ എന്തൊക്കെയോ ആംഗ്യം കാണിച്ച് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ ഗായ്സ്. ചിലപ്പോൾ ഞാൻ എൻ്റെ വായെല്ലാം കൂടി ക്യാമറ കയറി പോട്ടോ. അങ്ങനെ നമ്മുടെ പടക്കമൊക്കെ ഇത് പൊട്ടിച്ച് അടിപൊളിയായിട്ട് നമ്മുടെ ഉത്സവം ഇവിടെ ഇതാ കൊടിയേറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷ നിറവിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇനി ഉത്സവം അങ്ങോട്ട് പൊടിപൂരം തന്നെ ആയിരിക്കും ഗായ്സ്. ഇത് നമ്മുടെ ഉത്സവം അപ്പം പൊടിപൂരം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മളിനി ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് കട്ട വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ 7 ദിവസം എന്ന് പറഞ്ഞാൽ ടിഷ്കി എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അങ്ങനെ നമ്മളെല്ലാവരും നിങ്ങൾക്ക് ഇതൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി എല്ലാവരെയും ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉത്സവത്തിലേക്ക്. അപ്പം എല്ലാവരും പറ്റുന്നവരൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് ഉറപ്പായിട്ടും വരിക കേട്ടോ. അങ്ങനെ നമ്മുടെ കൊടി ഇതേ നമ്മുടെ കൊടിമരത്തിൽ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ ഗായ്സ്. അപ്പോൾ ഇതേ അവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വളരെ സന്തോഷം നമ്മുടെ ഉത്സവം കൊടിയേറിയതിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഇത് ചിരിച്ചുകൊണ്ട് കൊടിമരത്തിൽ നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ ഗായ്സ്, വാവ്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്.
ഗായ്സ് അങ്ങനെ നമ്മുടെ തൃക്കൊടിയേറ്റ് മംഗളകരമായി ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതേ കൊടിയേറ്റ് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ, അതായത് ശിവരാത്രിയൊക്കെ കഴിഞ്ഞ് ഉത്സവം അന്നാണല്ലോ, അത് കഴിഞ്ഞ പാടെ നമ്മുടെ കൊടി ഇവിടെ നിന്ന് അഴിക്കും. അങ്ങനെ ഞാനിതേ കൊടിമരത്തിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ്. അപ്പോൾ കൊടിമരം നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എത്ര കണ്ടാലും സത്യം പറഞ്ഞാൽ എനിക്ക് മതിയാവുന്നേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ നിൽക്കാൻ വേണ്ടി തോന്നുവാണ്. ഇത്രയും ലൈറ്റ്സുകളുടെ ഉള്ളിൽ ഇത് അടിപൊളി, എന്താ പറയുക, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയും സുന്ദരമാണിത് കാണാനായിട്ട്. അപ്പം നമ്മുടെ ശാന്തിമാരും ചെണ്ടകൊട്ടുകാരും എല്ലാവരും തന്നെ നമ്മുടെ കൊടിമരത്തിന് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. ഗായ്സ് ഇപ്പം കൊടിയേറ്റ് ഇപ്പം ഇത് അവിടെ കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഇതിന് ശേഷം നമ്മുടെ പറ നിറയ്ക്കലാണ് കേട്ടോ. നമുക്ക് ഈ ചെണ്ടമേളം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനേ തോന്നും. അപ്പൊ ഈ ഉത്സവത്തിന്റെ ടൈമിലല്ലേ നമ്മുടെ ചെണ്ടമേളം ഉണ്ടാവുക. അപ്പൊ നമ്മുടെ പറ നിറയ്ക്കാനുള്ള പറയൊക്കെ ഇതിവിടെ സെറ്റായ ടൈമിലാണ് നമ്മുടെ ചാക്യാർ കൂത്ത് ചെയ്ത കുട്ടനെ നമ്മൾ കാണുന്നത്. എന്തായാലും നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ കുട്ടനോട് അപ്രിഷ്യേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പരിചയപ്പെടുകയൊക്കെ ചെയ്യണം. അപ്പൊ വയനാട്ടിലുള്ള കുട്ടി തന്നെയാണ് കേട്ടോ. അപ്പൊ അതെന്തായാലും നമുക്കൊരു അഭിമാനമുള്ള കാര്യം തന്നെയാണ്. ഗായ്സ് അങ്ങനെ നമ്മുടെ കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം, നമ്മുടെ കോളേരി അമ്പലത്തിൻ്റെ കൊടിയേറ്റ് ഇത് ഇവിടെ നല്ല ഐശ്വര്യമായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊടിയേറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അവിടെ പറ നിറയ്ക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വാ ഗൈസ്. അപ്പോൾ ഇതിന് ശേഷം അന്നദാനവും നമ്മുടെ അമ്പലത്തിലുണ്ട്. ഈ 7 ദിവസം, നമ്മുടെ ഉത്സവത്തിൻ്റെ 7 ദിവസം അന്നദാനം നമ്മുടെ അമ്പലത്തിലുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ പറ നിറയ്ക്കൽ ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊടിമരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ടായിരുന്നു അവിടെ നെല്ല് നിറച്ചുകൊണ്ടിരുന്നത് പറയിലേക്ക് ഇട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഇവരൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതങ്ങ് ഷൂട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് ശേഷം അവിലും അതുപോലെ തന്നെ കുരുമുളകൊക്കെ പറ നിറയ്ക്കുന്നുണ്ടല്ലോ. അപ്പം അതെന്തായാലും നമുക്ക് എടുക്കണം. അപ്പോൾ പറയൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടെ. ഇനിയിപ്പോൾ നമുക്ക് കുരുമുളകൊക്കെ ഇവരിപ്പോൾ തന്നെ പറ നിറയ്ക്കുന്നതാണ്. അപ്പം നമുക്കത് എന്തായാലും നോക്കാം കേട്ടോ. അപ്പം എല്ലാവരും അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഗായ്സ്. നമ്മുടെ ചെണ്ടമേളം കേട്ടിട്ട് കുട്ടി ഇത് അവിടെ കിടന്ന് നല്ല ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ പറ ഇതൊരു വാഴയിലയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അവരിപ്പം തന്നെ പറയിലേക്ക് ഇനി എന്താ പറയുക, നമ്മുടെ കുരുമുളകും അവിലൊക്കെ നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ പൂജകളാണ് അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതേ പറയിൽ അവരിപ്പോൾ കുരുമുളകാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഗായ്സ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കാണികളെല്ലാവരും ചുറ്റിനും നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശാന്തിമാരൊക്കെ വരുന്നുണ്ട് അത് കാണാനും അത് പൂജ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ പറ നിറയ്ക്കൽ ചടങ്ങ് ഇച്ചിരി കൂടി നേരം നീണ്ടു നിൽക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയും വാവാറ്റയും അമ്മച്ചിയും അമ്മയും അമ്മച്ചിയൊക്കെ പുറത്തേക്ക് ആൽമരച്ചോട്ടിലേക്ക് പോയി ഇരുന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഈ പറ നിറയ്ക്കൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിന്നത് കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ എൻട്രൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, താമരപ്പൂവും കൊണ്ടൊക്കെയാണ് നമ്മുടെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിതേ അമ്പലത്തിൽ നിന്ന് നടന്ന് വരുവാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ എൻ്റെ കണ്ണിന് വളരെ കുളിർമയേകി ഗൈസ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഈ കാഴ്ചകളൊക്കെ വളരെ അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം തന്നെയായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാവേ.
ആ ടൈമിലാണ് ഗായ്സ് ഒരു കാറ് നമ്മുടെ അടുത്തേക്ക് ഇടിച്ചു കയറി വന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ. എന്താ പറയുക, നമ്മുടെ നെഞ്ചത്തേക്കാണ് കയറി വന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവരൊക്കെ എന്ത് ആലോചിച്ചുകൊണ്ടാണ് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇൻസിഡൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മളിത് ഓഡിറ്റോറിയത്തിനുള്ളിൽ വന്നിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗായ്സ്. അപ്പം നമ്മുടെ സാമ്പാറും ചോറും അച്ചാറും തോരനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് നമ്മുടെ കൂത്ത് ചെയ്ത് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ നമ്മൾ സംസാരിച്ച് നമ്മളിത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഫ്റ്റർ ഫുഡ് നമ്മളിനി നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. എന്തായാലും ഫുഡൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചതിൻ്റെ വയറൊക്കെ ഇപ്പോൾ പൊട്ടി പോകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ഓടുകയാണ് കേട്ടോ. എങ്ങോട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോ ഇതവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമ്മളിനി ഓട്ടോയിലേക്ക് ചാടിക്കയറി. അപ്പം അമ്മച്ചിയൊക്കെ ഓൾറെഡി ഇതേ ഓട്ടോയിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ 3 പേരാണ് കയറാനുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതേ ചാടിക്കയറി ഞാനും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിനി എങ്ങോട്ടാണ്? ഓൺ ദ വേ വീട്ടിലേക്കല്ലേ ഗൈസ്. അപ്പം നമ്മളിനി നമ്മുടെ അമ്പലത്തിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓൺ ദ വേ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ ഗൈസ്. എന്തായാലും നമ്മുടെ വൈബ്സ് ഒക്കെ സൂപ്പർ ഡ്യൂപ്പർ ആയിരുന്നു ഇന്നത്തേത് കേട്ടോ. അപ്പം ഉറപ്പായിട്ടും ഗൈസ് ഇനി ഉത്സവം പൊടി പൂരം തന്നെ ആയിരിക്കും ഗൈസ്. ഗൈസ് നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാട്ടോ. അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഇതേ മഹാശിവരാത്രി ആശംസകൾ. ഗായ്സ് അങ്ങനെ നമ്മൾ കൊടിയേറ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ വീട്ടിലെത്തിയ പാടാ കൊച്ചതേ ഫോൺ നോക്കിയിരിപ്പാണ്. ഒറ്റ തൊഴി ഇത് ഇങ്ങനെ കൊടുത്താൽ മതി അമ്മേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊടിയേറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു നമ്മുടെ കൊടിയേറ്റൊക്കെ. ഇനി ഉത്സവം ഇതിൽ സൂപ്പർ ആവാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഉത്സവത്തിന്റെ വ്ളോഗൊക്കെ ഓൺ ദ വേ വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു സൂപ്പർ ഡ്യൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഗുഡ് നൈറ്റ് ഗൈസ്. യെസ്, ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഐ ലവ് യു.